ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ആര്യ വർക്കിലെ സീക്വൻസ് വർക്ക് എങ്ങനെ ചെയ്യാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറച്ച് സീക്വൻസ് എടുത്തിട്ടുണ്ട്. ഇത് പല കളേഴ്സിലും നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഗ്രീൻ കളറുള്ള സീക്വൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യും പോലെ ആദ്യം ഒരു ലൂപ്പിനെ എടുത്തിട്ടുണ്ട്. ഈ ലൂപ്പിലേക്കാണ് നമ്മൾ ഓരോ സീക്വൻസിനെയായിട്ട് ഇറക്കി കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതാ ഈ ലൂപ്പിലൊന്ന് വലിച്ചു പിടിച്ചിട്ട് ഒരു സീക്വൻസിനെ അതിലേക്ക് ഇറക്കിയതിന് ശേഷം ഈ സീക്വൻസിൻ്റെ തൊട്ടടുത്തായിട്ട് അടുത്ത ചെയിന് ഇട്ട് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഈ ലൂപ്പിൽ നമ്മൾ വീണ്ടും ഒരു സീക്വൻസ് എടുക്കുക, നീഡിൽ ഇങ്ങനെ കയറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് അടുപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് അടുപ്പിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഈ സീക്വൻസിൻ്റെ അതേ ലെങ്ത്തിൽ പുറത്ത് വീണ്ടും ഒരു ലൂപ്പ് എടുക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കറക്റ്റ് ലൈനിലൂടെ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടൈം ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ലൈന് വരച്ച് ചെയ്യുക. ലൈന് വരച്ച് ചെയ്യുമ്പോൾ ആ ലൈനിലൂടെ എങ്ങനെ സീക്വൻസ് ഇട്ടതിന് ശേഷം നമ്മൾ ആ ലൈനിൽ തന്നെ ചെയിൻ ഇട്ട് കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ നമ്മൾ ഏത് ഷേപ്പാണോ നമ്മൾ വരച്ചത് ആ ഷേപ്പിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഈ സ്ട്രെയിറ്റ് നിന്ന് നമുക്കിനി ഒരു കോർണർ വരുന്ന ഡിസൈൻ ആണെങ്കിൽ നമുക്ക് ആ കോർണറിലേക്ക് എങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, നോർമലി നമ്മൾ ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കോർണേഴ്സിലൊക്കെ. പക്ഷേ ഈ സീക്വൻസ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കോർണറിൽ ചെയിൻ ലോക്ക് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഡയറക്ഷനിലേക്ക് നമ്മൾ ഈ ചെയിൻ ഉണ്ടല്ലോ ആ ഡയറക്ഷനിലേക്ക് പിടിച്ചിട്ട് ഈ സീക്വൻസിനെ കറക്റ്റിൽ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആ ഒരു ഡയറക്ഷനിൽ നമ്മൾ ചെയിൻ എടുത്ത് കൊടുക്കുക. കണ്ടല്ലോ, ആ ഒരു ഡയറക്ഷനിൽ ചെയിൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ആ ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ സീക്വൻസിനെ ഒന്ന് അടുപ്പിച്ചിട്ട് നോർമലി ചെയ്യും പോലെയുള്ള ചെയിൻ ഇട്ട് പോവുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കോർണറായിട്ട് തന്നെ കിട്ടിക്കോളും. കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ വരച്ച് തന്നെ ചെയ്യുക. വരയ്ക്കാതെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഷേപ്പൊക്കെ മാറിപ്പോകും. അങ്ങനെയാണ് നമ്മൾ ഒരു ടൈപ്പ് സീക്വൻസ് ചെയ്യുന്നത്. നിങ്ങൾ സീക്വൻസിനെ ആ ചെയിനിൻ്റെ അതേ സ്ഥലത്തേക്ക് നീക്കി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറേ ഗ്യാപ്പില്ലാതെ അങ്ങനെ അടുത്തേക്കായിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ, കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്.